ഇതും കൂടി വെച്ച ഈ ചേച്ചി സുന്ദരി കുട്ടിയായി. കുട്ടികളെ, അമ്മാമ വന്നിരിക്കണോ? ഓ, വന്നു ശകുനി. ഇയാള് കീഴോട്ടൂർ അമ്പലത്തിലെ ശാന്തിക്കാരനല്ലേ? വഴിപാടോ പൂജയോ വല്ലതും ഉണ്ടോ അതിന്റെ കൂടെ? ഉണ്ണേന്റെ സുഹൃത്താ. ഓ, അപ്പൊ അയൽവാസിക്ക് മാത്രല്ല കൂട്ടുകാരന് ക്ഷണുണ്ടല്ലേ? ഞാൻ അറിഞ്ഞില്ല. ഇവിടെ ഇരിക്കേ. ഓ, ഇരുന്നോളാം. ആരതി, അമ്മാമയ്ക്ക് കാപ്പി കൊണ്ടുവരൂ. കാപ്പി വേണ്ട. ഇന്ന് നമ്മുടെ അധികാരി കൃഷ്ണനാരുടെ മോളുടെ പുടമുറിയാ പോണം. കൃഷ്ണനാരി ഞാനുമായിട്ട് അത്രയ്ക്ക് അടുപ്പാ. അതിന്റെ ഇടയിലപ്പ ഇത്. എന്താ അവരെ കാണാത്ത? 10:30 വരാന്നാ പറഞ്ഞിരുന്നത്. അവിടെയുള്ളൂ. കാപ്പി വേണ്ടാന്നാ പറഞ്ഞേ. അവരോടെ ഇങ്ങോട്ട് വാ. വരണില്ല. വരുന്നില്ലേ? എന്തേ? ഇറങ്ങാൻ നിന്നതാ. അപ്പഴാ ചെക്കൻ്റെ ഒരു അമ്മാമ വന്നത്. ഈ അമ്മാമാരെല്ലാവർക്കും പ്രശ്നമാണല്ലോ. എന്താ കാര്യം പറഞ്ഞു? പറഞ്ഞു, തുണിക്കടയിൽ വെച്ച് അനിയത്തിയെ കണ്ടിട്ടുണ്ടത്രേ. അത് വേണമെങ്കിൽ ആലോചിക്കാന്ന്. അത് അവരാലോചിക്കണ്ട. അവര് വരുന്നില്ല അല്ലേ? ചെറിയമ്പ്രാൻ മരത്തിൽ കണ്ടത് ചെറുമൻ മാനത്ത് കണ്ടു എന്നൊരു ചൊല്ലുണ്ട്. ഞാൻ അത് നേരത്തെ ഊഹിച്ചു. 11 മണിക്കാണ് കൃഷ്ണനാരോടെ മുഹൂർത്തേ. ഇപ്പൊ അങ്ങടെ ഇറങ്ങിയ മുഹൂർത്തത്തിന് മുമ്പ് അങ്ങടെ എത്താം. അപ്പൊ ഇരിക്കാണ്ട് പോവാലോ അല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് അച്യുതാ? എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ ആളുണ്ടല്ലോ ഇവിടെ. പോരാത്തേന് അയൽവാസിയും ചങ്ങാതിയും ടൈലറും. ആവശ്യമുണ്ടെ അറിയിച്ച ഇനി ഇതുപോലെ വന്നു പോവാം. ചേച്ചിയോട് എങ്ങനെയാ ഇത് പറയാ? അതാ ഞാൻ ആലോചിക്കണേ. മൂത്ത കുട്ടിക്കൊരാലോചന, അതുമായിട്ട് വന്നതാ അവര്. കണ്ട അണ്ടനും അടവാറൊന്നും കയറി നിറങ്ങാനല്ലോ എന്റെ വീട്. ഇറക്കി വിടൂലേ? അത് ഇറക്കി വിടാൻ പ്രയാസം ഉണ്ടാവൂലേ? തള്ളയും കൂടി അറിഞ്ഞിട്ടാണോ ഇവിടൊക്കെ? നാണല്ലേ തള്ള ഈ വയസ്സ് കാലത്ത്? ആട്ടക്കാരുടെ മക്കള് പാരമ്പര്യം കാട്ടണല്ലോ. പക്ഷെ അത് എന്റെ വീട്ടിൽ വേണ്ട. നിൽക്കണ്ടല്ലോ 3 ഒരേപോലെ സൗകര്യമായിട്ട്. കാശൊക്കെ കൃത്യമായിട്ട് കൊടുക്കണ്ടോ അതോ കടം പറഞ്ഞാ പോക്ക്? അധികം വളത്തിലെടുത്താ എല്ലാത്തിനും അകത്തിട്ട് ഈ പേർക്ക് തീ വെക്കും ഞാൻ. കണ്ടോ? അവര് കല്യാണം കഴിക്കാത്തവരാണെങ്കിലോ? കാര്യം കുട്ടികളുണ്ടാവില്ല. ഓടോടുന്നു. ഇച്ചേച്ചിയുടെ കാര്യം നമുക്കൊന്ന് ആലോചിച്ചാലോ? 2 പേർക്കോ? അതിലൊരാൾക്ക്. ഇങ്ങനെയുള്ളവർ തമ്മിലാകുമ്പോ കാര്യങ്ങൾ നടക്കാൻ എളുപ്പമുണ്ടാവും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? പക്ഷെ എങ്ങനെ നമ്മള് നോക്കാം.
വീട് എവിടെന്നാ പറഞ്ഞത്? വീടില്ലാന്നാ തോന്നണത്. അപ്പൊ അഡ്രസ്സെങ്കിലും കാണുമല്ലോ. അഡ്രസ് ഇപ്പൊ എങ്ങനെ ചോദിക്കാ? ഒരാടിനെ കിട്ടിയാ പറയായിരുന്നു. ആടിനെ കിട്ടിയിരുന്നെങ്കിൽ ആടും ഡ്രസ്സും കൂട്ടി ഒഴിപ്പിച്ചാൽ അഡ്രസ്. ആ പക്ഷെ ഇപ്പൊ ആടിനെ അവിടെ പോവാ. വഴിയുണ്ട്, വാ. ഇത് വലിയ കഷ്ടമല്ലോ. ദേ സംസാരിക്കണു. അപ്പൊ നിങ്ങൾ സംസാരിക്കോ? എന്നിട്ടാ ഞങ്ങൾ വഴിയാക്കിയത്? പുള്ളിക്കാരെ സംസാരിക്കോ? ഇല്ല. ഓ സമാധാനായി. അല്ല, പുള്ളി കല്യാണം കഴിച്ചാണോ? കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല. വീട് എവിടെയാന്ന് പറഞ്ഞേ? പാലക്കാട്. ഓ പാലക്കാട്, പാലക്കാട്, പാലക്കാട്. എന്തായാലും പറയണേ? പെൺകുട്ടി ഉണ്ടാക്കിയ സാധനങ്ങളെ കുറിച്ചാ. ഒക്കെ നന്നായിട്ടുണ്ടെന്ന്. ഓഹോ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ചിരട്ടോടാണോ താല്പര്യം? കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ. ശീലമായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതെ അതെ അതെ. ആണായിട്ടും പെണ്ണായിട്ടും ദൈവം ഒന്നേ തന്നുള്ളൂ എനിക്ക്. അതിങ്ങനെയായി. പണ്ടും പണവും ഒന്നും ചോദിക്കണില്ല ഞങ്ങള്. അവൻ ഒത്തുപോണ ഒരു പെണ്ണ്, അതേ വേണ്ടു. പണ്ടവും പണവും ഇവിടെ കരുതിയിട്ടുമില്ല, അല്ലേ മഹേശ്വരമേ? കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങള്. ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ നേരം കളയണ്ട, കുട്ടിയെ വിളിക്കാം. എന്താ അത്ര താമസം? അവര് കാത്തിരിക്കാണ്. വേഗം ആവട്ടെ. ചെല്ലു ചേച്ചി. ഓ വേഗം. കാപ്പിയൂടി കഴിഞ്ഞ് ചെക്കനും പെണ്ണും എന്തെങ്കിലും സംസാരിക്കണേ ആവാം. അതൊക്കെ ഒരു ചടങ്ങാണല്ലോ ഇപ്പോ. എന്തേ? ഇഷ്ടായോ? പത്നാമന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് വരൂ. എന്നിട്ടാവാ നീ. എന്താ കാര്യം? എന്താ? ചായ കുടിച്ചിട്ട് വരൂ. മുത്തശ്ശില്ലേ ഇവിടെ? വിളിക്കുക. കേറിയിരിക്കുക. ആ, ഇത് ചെക്കന്റെ വകയുടെ ഒരു അമ്മാമ. നേരിട്ട് ഇവിടെ വന്ന് പറയണത് എങ്ങനെയാന്ന് കരുതിയിട്ടത്രേ ആദ്യം മൂപ്പര് എന്റെ വീട്ടിലേക്ക് വന്ന്. എന്താണാവോ വിശേഷം? വിശേഷമുണ്ട്, അങ്ങോട്ട് പറഞ്ഞോളോ. ആണായിട്ടും പെണ്ണായിട്ടും സരസ്വതിക്ക് ഒന്നേ ഉള്ളൂ. പറഞ്ഞുല്ലോ അന്ന്. അവിടെയാണെങ്കിൽ വേറെ ആളുകളും ഇല്ല. മിണ്ടുകയും പറയുകയും വയ്യാണ്ട് ആയമ്മ ഈ കുട്ടികളുടെ നടുവില്. ആയമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് വർത്തമാനം പറയണം. അതെന്തേ ആദ്യം ആലോചിക്കാഞ്ഞെന്ന് ഞാൻ ഇയാളോട് ചോദിച്ചു. ആലോചിക്കണ്ടത്രേ. ആയമ്മയുടെ ഏച്ചന്റെ ഭാര്യയുടെ ഇളയച്ചന്റെ മോളൊരു കുട്ടി. അതിന് മിണ്ടുകയും ചെയ്യാം, ശരിയും കേൾക്കാം. ചെക്കന്റെ അമ്മമ്മ ബോംബെന്ന് വന്നപ്പോ അതൊന്ന് ആലോചിച്ചു. പറഞ്ഞു വന്നപ്പോ അവർക്ക് സമ്മതം. അപ്പൊ അതങ്ങോട്ട് ഉറപ്പിച്ചു. ചുരുക്കി പറഞ്ഞ ഇതവരെ ഒഴിയാന്ന്. മുഖം അടച്ചൊരു ആട്ടാട്ടാൻ തുടങ്ങിയതാ ഇയാളെ ഞാൻ. പിന്നെ ഓർത്തപ്പോ ഇയാള് പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ തോന്നി. എന്നാലും ഒക്കെ തീർച്ചപ്പെടുത്തിയ നിലയ്ക്ക് അത് ശരി തന്നെ. അവർക്ക് അവരുടെ കുട്ടിയുടെ കാര്യമല്ലേ വലുത്. നമ്മളിപ്പോ എങ്ങനെയാ നിർബന്ധം പിടിക്കുക? ഒന്നും വേണ്ടാന്ന് കരുതി നടക്കായിരുന്നു എന്റെ കുട്ടി. എല്ലാരും കൂടി ആശിപ്പിച്ചിട്ട് ഇപ്പോ. ആശിപ്പിച്ചത് തെറ്റ്. ഇനി അത് ആവർത്തിക്കാതിരിക്കാം. ഒട്ടനും കൂടിയും കൈവിട്ടതിലേക്ക് ഇനിയിപ്പോ ആരാ? ചിരട്ട കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കി നേരം കളയണ്ടല്ലോ. അത് അങ്ങനെയുണ്ട്, കഴിയട്ടെ.
കാര്യങ്ങൾ അകത്ത് പറഞ്ഞിട്ടുണ്ട്, പറയും. എന്താ എന്താ മുത്തശ്ശി? ഈശ്വരന്മാരെപ്പോഴും നമ്മളെ ചതിക്കന്നെയാ. ഇതൊന്നും നടക്കില്ല അത്രേ. ഒക്കെ വെറുതെ വെറുതെ ആശിപ്പിച്ചു ആ പാവത്തിനെ. അമ്മാമ്മയ്ക്ക് പരിഹസിക്കാൻ ഒരു കാര്യം കൂടി ആയി എന്നല്ലാണ്ട് ഒന്നും നടക്കാൻ പോണില്ല. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. മുത്തശ്ശിയുടെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കേൾക്കാണ്ടിരിക്കോ ഭഗവതി? നമ്മൾ ഇനിയും ശ്രമിക്കും. ഒക്കെ മറക്കാൻ തീരുമാനിച്ചതായിരുന്നു അന്ന്. പിന്നെയും വെറുതെ. ഇനിയും വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള കരുത്ത് തരും ഭഗവതി. ഉച്ചേച്ചിക്കും ചെറിയച്ചിക്കും ഞാനേ ഉള്ളൂ തോണ. അതെ, ഇച്ചേച്ചിക്കും ചെറിയച്ചിക്കും താൻ തുണ. തനിക്ക് കൂട്ടിന് ചെറിയച്ചി ഇച്ചേച്ചി. ഗോപിക്ക് എങ്ങനെ മതിയല്ലോ. പറയുമ്പോ സ്നേഹിക്ക, പറയുമ്പോ മറക്ക. ഇല്ല, ദാനം തന്നല്ല തന്നെ സ്നേഹം. ഞാൻ പിടിച്ചു വാങ്ങിയതാ. കടയിൽ നോക്കി ഞാൻ ഗോപിയെ. രാമൻകുട്ടി വിവരങ്ങളൊക്കെ പറഞ്ഞു. കുട്ടിക്കാലത്ത് അഞ്ജലി അശ്വതിയൊക്കെ ഈ പുഴ മുറിച്ചിടന്ന സ്കൂളിൽ പോവാറ്. ഓർമ്മയുടെ അഞ്ജലിക്ക്? നിറയെ വെള്ളം ഉണ്ടായിരുന്ന ഒരു ദിവസം പിന്നിൽ ഇടന്ന് ഇച്ചിച്ച് ഒഴുക്കിൽ പെട്ടു. പാവത്തിന് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്തോണ്ട് നിങ്ങളാരും കണ്ടൂല്ലേ. കടവത്തുണ്ടായിരുന്ന ഞാൻ കണ്ടിട്ടും പകച്ചു നിന്നു. പെൺകുട്ടികളെ തൊടാവോന്നായിരുന്നു അപ്പൊ ചിന്ത. പിന്നെ ആരൊക്കെ ഇച്ചേച്ചി രക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുവന്നപ്പോ കണ്ടുവന്നവരൊക്കെ എന്നെ ചെയ്തു പറഞ്ഞു. കുറ്റബോധം കൊണ്ട് എന്തോ ഇച്ചേച്ചിന്റെ ഒരു കവിതയ്ക്ക് വിഷയമായിട്ടുണ്ട് ഒരിക്കല്. ആ കടം എന്തെങ്കിലും വീട്ടിൽ നിന്നുണ്ടായിരുന്നു മനസ്സിൽ. ഞാൻ കല്യാണം കഴിക്കാൻ വെച്ച വിരോധാവും ആ കുട്ടിക്ക്. ഇല്ലത്തെ പ്രാരാബ്ദങ്ങളുണ്ട്. ദാരിദ്ര്യം, കഷ്ടപ്പാട്, തളർവാദം വന്ന് കിടക്കണ അച്ഛൻ, പ്രായം കഴിഞ്ഞിട്ടും വേളി നടക്കാത്ത ഒപ്പോള്. അതിനിടയിലേക്ക് കൈപിടിച്ചോണ്ട് ചെല്ലാന്ന് പറഞ്ഞ അറിയാം. ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ശാന്തി കൊണ്ട് ഒന്നിനും തേഞ്ഞിട്ടില്ല. ഒരു ജോലി കിട്ടുന്ന വരെയുള്ള പ്രയാസം. എന്നാലും ഈ ചേച്ചിക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. ഭഗവതിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്റെ കുട്ടിക്ക്. രാഹുകാലം ആവണേന് മുമ്പ് ഇറങ്ങാം. Ha ha ha!